വെൽക്കം ചിൽഡ്രൻ. എന്തുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ് ഇതുവരെ പഠിച്ചോ? ഇന്ന് നമ്മള് സോളിഡ് സ്റ്റേറ്റിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതെന്താണ്? അതായത് സോളിഡ്സിനെ അതിന്റെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് കണ്ടക്ടേഴ്സ്, മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് ആണ്. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം അവയുടെ കണ്ടക്ടിവിറ്റി ഈ റേഞ്ചിലാണ്. 10⁴ to 10�7 per ohm per meter. പിന്നെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ they are solids whose conductivities are in the range of 10⁻⁻⁶ to 10⁴ per ohm per meter. സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ ട്രാൻസിസ്റ്ററിലൊക്കെ ഉപയോഗിക്കുന്ന സിലിക്കൺ, ജെർമേനിയം എക്സെട്ര. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻസുലേറ്റേഴ്സ്. Their conductivities are in the range of 10⁻20 to 10⁻10 per ohm per meter. ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റിക്, റബ്ബർ എക്സെട്ര. ഇതാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലുള്ള മെറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ. മെറ്റൽസ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. മെറ്റൽസിൽ ആരാ ഇലക്ട്രിസിറ്റി വലിച്ചുകൊണ്ട് പോകുന്നത്? ഫ്രീ ഇലക്ട്രോൺസ്. അപ്പം ഇവിടെ മെറ്റൽസിന്റെ ഏറ്റവും പുറമെയുള്ള ഷെല്ലിനെ നമ്മൾ പറയുന്നത് ബാലൻസ് ഷെൽ എന്നാണ്. അപ്പൊ ഓരോ മെറ്റൽ ആറ്റത്തിലുമുള്ള ബാലൻസ് ഷെല്ലിന്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും മെറ്റൽസിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ഡിപെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ മെറ്റൽ ആറ്റം. അപ്പൊ ഈ മെറ്റൽ ആറ്റത്തിന്റെ എല്ലാം അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്ന് മോളിക്കുലാർ ഓർബിറ്റൽസ് ആവും. ഈ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ എല്ലാം എനർജി വളരെ ക്ലോസ് ആണ്. അപ്പൊ അവയെ കമ്പൈൻ ചെയ്ത് ഒരു എനർജി ബാൻഡ് ഫോം ചെയ്യും. അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ ആറ്റംസ് combined form molecular orbitals whose energies are very close to each other and therefore they form a band. ഇലക്ട്രോൺ ഏറ്റവും കൂടുതൽ ഒക്കുപ്പൈ ചെയ്യുന്ന ബാൻഡിനെ നമ്മൾ പറയുന്നത് വാലൻസ് ബാൻഡ് എന്നാണ്. The highest occupied energy band is called the valence band. ഇലക്ട്രോൺസ് ഇല്ലാത്ത എനർജി ബാൻഡിനെ പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് എന്നാണ്. The lowest unoccupied energy band is called the conduction band. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും എല്ലാം ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നാണ്. അതായത് മെറ്റൽസിന്റെ കേസിലാണ്, അതായത് കണ്ടക്ടേഴ്സ്, മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. മെറ്റൽസിന്റെ കേസിൽ ഇലക്ട്രോൺ ഏറ്റവും ഒക്കുപ്പൈ ചെയ്യുന്ന ബാലൻസ് ബാൻഡും ഇലക്ട്രോൺ ഇല്ലാത്ത കണ്ടക്ഷൻ ബാൻഡും വളരെ അടുത്തടുത്താണ്. ഈ ബാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഡിഫറൻസിനെ നമ്മൾ പറയുന്നത് എനർജി ഗ്യാപ്പ് എന്ന് പറയും, അല്ലെ ഫോർബിഡൻ സോൺ എന്നും പറയും. അപ്പം ഇൻ കേസ് ഓഫ് കണ്ടക്ടേഴ്സ് the valence band is very close to the conduction band. Valence band എന്താണ്? Highest occupied energy band is called the valence band. The lowest unoccupied energy band is called the conduction band. In case of conductors, the valence band is very close to conduction band. അതുകൊണ്ട് valence band ഞാൻ വൈറ്റ് ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് റൂം ടെമ്പറേച്ചറിൽ തന്നെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും. ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ വാലൻസ് ബാൻഡ് ക്യാൻ ഈസിലി എൻറ്റർ ദ കണ്ടക്ഷൻ ബാൻഡ്. അതിനാലാണ് മെറ്റൽസ് നല്ല കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Therefore metals are good conductors of electricity. അതേസമയം ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ നോക്കിയേ, വാലൻസ് ബാൻഡ് ഇത് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ആ ഫോർബിഡൻ സോൺ അല്ലെ എനർജി ഗ്യാപ്പ് വളരെ വലുതാണ്. അപ്പം സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺസിന് ഇവിടെ വരെ വാലൻസ് ബാൻഡിൽ നിന്നും ഈ കണ്ടക്ഷൻ ബാൻഡ് വരെ എത്തിച്ചേരാൻ അസാധ്യമാണ്. അതിനാൽ ഇലക്ട്രോൺസ് ഇവിടെ തന്നെ കിടക്കും. അതിനാലാണ് ഇങ്ങനെയുള്ള സോളിഡ്സിന്റെ കണ്ടക്ടിവിറ്റി തീരെ കുറവാണ്. അതായത് അവ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത സബ്സ്റ്റൻസിനെ പറയുന്നത് ഇൻസുലേറ്റേഴ്സ്, റബ്ബർ, പ്ലാസ്റ്റിക് എക്സെട്ര. കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ മുമ്പേ പറഞ്ഞു, മെറ്റൽസ് എല്ലാം ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അലൂമിനിയം എക്സെട്ര. അപ്പം ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് the energy gap between conduction band, valence band and the conduction band is very large. Therefore, electrons present in valence band cannot enter the conduction band.
Therefore, at room temperature, therefore such substances have very low conductivity, that is they act as insulators. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് ഇവയുടെ എനർജി ഗ്യാപ്പ് നോക്കിയേ, കണ്ടക്ടേഴ്സിനേക്കാൾ കൂടുതലാണ്, അതേസമയം ഇൻസുലേറ്റേഴ്സിനേക്കാളും കുറവാണ്. In case of semiconductors, the energy gap is fairly small. അതുകൊണ്ട് കുറച്ച് ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. ഇലക്ട്രോൺസ് present in valence band can enter the conduction band. കണ്ടക്ടേഴ്സിനെ പോലെ അത്രയും എണ്ണം ഇലക്ട്രോൺസിന് പറ്റത്തില്ല. പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് ബാലൻസ് ബാൻഡിൽ കിടക്കുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പൊ കൂടുതൽ ഇലക്ട്രോൺസിന് ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാം. As temperature increases, kinetic energy of electrons present in valence band increases. Therefore, more number of electrons can enter the conduction band. അതിനാലാണ് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നത്. That is why the conductivity of semiconductors increases with the increase in temperature. Semiconductors എക്സാമ്പിൾ ആണ് സിലിക്കൺ, ജർമേനിയം എക്സെട്ര. നമുക്കിതൊരു വീഡിയോ കണ്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇവിടെ താഴെ റെഡ് കളറിൽ കാണുന്നത് വാലൻസ് ബാൻഡ് ആണ്. അതിൽ വെള്ള ഡോട്ട് കാണിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് കൂടുതലുള്ളത് വാലൻസ് ബാൻഡിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹയസ്റ്റ് ഒക്കുപൈഡ് എനർജി ബാൻഡ് ഈസ് കോൾഡ് വാലൻസ് ബാൻഡ്. മേളിൽ ബ്ലൂ കളറിൽ കാണുന്നത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. അവിടെ ഇലക്ട്രോൺസ് കുറവാണ്. അതുകൊണ്ടാണ് ലോവസ്റ്റ് അൺഒക്കുപൈഡ് എനർജി ബാൻഡ് ഈസ് കോൾഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇതിനിടയിലുള്ള എനർജി ഗ്യാപ്പ്, എനർജി ഡിഫറൻസിനെയാ പറയുന്നത്. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഡിഫറൻസ് ആണ് എനർജി ഗ്യാപ്പ്. The difference in energy between valence band and conduction band is called energy gap. പക്ഷെ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യുന്നു. എനർജി ഗ്യാപ്പ് തീരെ കുറവാണ്. In case of conductors, valence band and conduction band are so close to each other. Therefore, energy gap is very small. അതുകൊണ്ട് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. Therefore, electrons from valence band can easily enter into the conduction band. അതിനാലാണ് മെറ്റൽസ് നല്ല കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. That is why metals are good conductors of electricity. ഇൻസുലേറ്റേഴ്സിന്റെ കേസിലെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് കൂടുതലാണ്. ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, the energy gap between valence band and conduction band is very large. അതിനാൽ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പ്രയാസമാണ്. Therefore, electrons from valence band cannot jump to the conduction band. അതിനാൽ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസിന് കണ്ടക്ടിവിറ്റി തീരെ കുറവാണ്. അതിനാൽ അവ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. Therefore, such substances has very low electrical conductivity. Therefore, they behave as insulators. സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ ചെറിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ട്. ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, ദർ ഈസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇപ്പൊ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ലഭ്യമായ ടെമ്പറേച്ചർ എനർജി കൊണ്ട് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ സാധിക്കുന്നു. The energy available at room temperature is sufficient for the excitation of electrons from valence band to conduction band. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടുന്നു. അതിനാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാം. As temperature increases, more electrons can enter into the conduction band. അതിനാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂടുന്നു. Therefore, as temperature increases, the conductivity of semiconductors increases. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ്. അതായത് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിരുന്നു സിലിക്കൺ, ജർമേനിയം എക്സെട്ര. സിലിക്കൺ, ജർമേനിയം എല്ലാം അതിന്റെ പ്യുവർ ഫോമിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ്. അതായത് ദ സെമി കണ്ടക്ടേഴ്സ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ പ്യുവർ ഫോം ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. പ്യുവർ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ഇമ്പ്യൂരിറ്റീസ്, വേറെ മെറ്റൽസ് ഒന്നും ആഡ് ചെയ്യാത്ത പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടറിനെ പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ.
ഇനി ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിയും തീരെ കുറവാണ്. ദ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഈസ് വെരി ലോ ഫോർ പ്രാക്ടിക്കൽ യൂസ്. Therefore, അതിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൂട്ടാൻ പറ്റും. Their conductivities can be increased by the addition of appropriate amount of impurities. ആ പ്രോസസ്സിനാ പറയുന്നത് ഡോപ്പിംഗ്. ഏത് പ്രോസസ്സിന്? ഡോപ്പിംഗ്. അതായത് സെമി കണ്ടക്ടേഴ്സിലേക്ക് ഏതെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സിനാ പറയുന്നത് ഡോപ്പിംഗ്. The increasing of conductivity of semiconductors by the addition of certain impurities is called doping. അപ്പൊ നമുക്ക് ഡോപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ടൈപ്പ് സെമികണ്ടക്ടർ, രണ്ട് രീതിയിൽ നമുക്ക് ഡോപ്പിംഗ് നടത്താം. ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തു, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തു. ആദ്യം നമുക്ക് ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തുള്ള സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് നമ്മൾ സിലിക്കൺ, ജെർമേനിയം ഇതെല്ലാം 14ാമത്തെ ഗ്രൂപ്പിലെയാണ്. 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ എല്ലാം ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആ ഉള്ളത്? 4 ഇലക്ട്രോൺസ്. അപ്പം സിലിക്കൺ ആറ്റത്തിന്റെ എടുക്കാൻ നോക്ക്. ഈച്ച് സിലിക്കൺ ആറ്റം ഹാസ് 4 ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ബാലൻസ് ഷെൽ. അതിലേക്ക് നമ്മൾ ഈ സിലിക്കണിന്റെ ക്രിസ്റ്റലിലേക്ക് 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ഏതൊക്കെയാ? ഫോസ്ഫറസ്, ആഴ്സിനിക് എക്സെട്ര. അപ്പം 15ാമത്തെ ഗ്രൂപ്പിലെ ഫോസ്ഫറസിനെ എടുത്ത് ആഡ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പം ഫോസ്ഫറസ്, ഓരോ ഫോസ്ഫറസ് ആറ്റത്തിന്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഉണ്ട്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ -10. അതായത് ഗ്രൂപ്പ് നമ്പർ 15, അതിൽ നിന്ന് 10 കുറയ്ക്കുമ്പം 5. അപ്പം 15ാമത്തെ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിന്റെ ആ ബാലൻസ് ഷെൽ, ദാറ്റ് ഈസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ഫോസ്ഫറസിനെ ആഡ് ചെയ്യുക. അപ്പൊ ഈച്ച് ഫോസ്ഫറസ് ആറ്റം ഹാസ് 5 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ബാലൻസ് ഷെൽ. അപ്പം നമ്മൾ സിലിക്കൺ ക്രിസ്റ്റലിൽ നമ്മൾ പറഞ്ഞു ഓരോ സിലിക്കൺ ആറ്റം ഓക്കുപൈ ചെയ്യുന്ന സൈറ്റിന് ലാക്റ്റിസ് സൈറ്റ് എന്ന് പറയും. അപ്പൊ ചില ലാക്റ്റിസ് സൈറ്റിലെ സിലിക്കണിനെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്ത ഫോസ്ഫറസ് വന്ന് കിടക്കും. എന്നിട്ട് ഈ ഫോസ്ഫറസിന്റെ ബാലൻസ് ഷെല്ലിലെ 5 ഇലക്ട്രോണിൽ 4 ഇലക്ട്രോൺ ആരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും? അയലത്തുള്ള നെയ്ബറിംഗ് ആയിട്ടുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഓരോ ഫോസ്ഫറസ് ആറ്റത്തിന്റെ 1 ഇലക്ട്രോൺ എക്സസ് ആയിട്ട് വരും. ആ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആണ് ക്രിസ്റ്റലിൽ. വാട്ട് ഈസ് മെന്റ് ബൈ ഡീലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഒരിടത്ത് ഫിക്സ് ചെയ്തിട്ടില്ല, ലോക്കലൈസ് ചെയ്തിട്ടില്ല. ഇലക്ട്രോൺ ഈസ് 5th ഇലക്ട്രോൺ ഓഫ് എവറി ഫോസ്ഫറസ് ആറ്റം ഈസ് ഫ്രീ ടു മൂവ് ത്രൂ ഔട്ട് ദ സിലിക്കൺ ക്രിസ്റ്റൽ. Therefore, ഇവിടെ അങ്ങനെ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നേരത്തെയുള്ള സിലിക്കൺ ക്രിസ്റ്റലിന് ഡോപ്പിംഗ് കഴിയുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുന്നു. The doped silicon has conductivity of doped silicon increases due to the presence of these delocalized electrons. അപ്പൊ ഇവിടെ സിലിക്കണിന്റെ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം എന്താ? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഓരോ ഫോസ്ഫറസിലെയും 5ാമത്തെ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് വന്ന് കിടക്കുന്നതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കൂടുന്നത്. ഹിയർ ഇൻക്രീസ് ഇൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ഡോപ്ഡ് സിലിക്കൺ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് free negatively charged electrons. Therefore, such semiconductors are called n-type semiconductors. N ഇവിടെ കാണിക്കുന്നത് ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിനെയാണ്. ഇത് നമുക്കൊരു വീഡിയോ കണ്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. The സിലിക്കണിന്റെ ക്രിസ്റ്റൽ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് സിലിക്കൺ 14th ഗ്രൂപ്പിലെയാണ്. 14th ഗ്രൂപ്പിലെ സിലിക്കണിന്റെ ബാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ 4 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് നെയ്ബറിംഗ് ആയിട്ടുള്ള 4 സിലിക്കൺ ആറ്റംസുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തേക്കാണ്. അപ്പൊ സിലിക്കൺ ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ബാലൻസ് ഷെൽ ആൻഡ് ഇറ്റ് ഫോംസ് 4 കോവാലന്റ് ബോണ്ട്സ് വിത്ത് 4 നെയ്ബറിംഗ് സിലിക്കൺ ആറ്റംസ്. ഇവിടെ പ്യുവർ സിലിക്കൺ ഇമ്പ്യൂരിറ്റി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ കണ്ടക്ടിവിറ്റിയെ പറയുന്നത്, അങ്ങനെയുള്ള കണ്ടക്ടറിനെ പറയുന്നത് intrinsic semiconductors എന്നാണ്. That is, the semiconductors which have conductivity in their pure form is called intrinsic semiconductors. Electron rich impurity വെച്ച് സിലിക്കൺ ക്രിസ്റ്റലിനെ ഡോപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അതായത് സിലിക്കണിന്റെ ബാലൻസ് ഷെല്ലിലെ 4 ഇലക്ട്രോൺസിനെ കാണാം. അതുപയോഗിച്ച് സറൗണ്ടിങ് നെയ്ബറിംഗ് 4 സിലിക്കൺ ആറ്റംസുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് 15th ഗ്രൂപ്പിലെ ഫോസ്ഫറസിനെ ആഡ് ചെയ്യുവാണ്.
15th group, phosphorus 15th group is added as impurity to the silicon atom. അപ്പൊ ചില ലാറ്റിസ് സൈറ്റില് സിലിക്കണിന്റെ സ്ഥാനത്ത് ഫോസ്ഫറസ് വന്ന് അക്കോമഡേറ്റ് ചെയ്യുന്നു. സം ഓഫ് ദി ലാറ്റിസ് സൈറ്റ്സ് ആർ ഓക്കുപൈഡ് ബൈ ഫോസ്ഫറസ് ആറ്റം. ഫോസ്ഫറസിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. There are 5 electrons are present in the valence shell of phosphorus atom. ആ 5 ഇലക്ട്രോൺസിൽ 4 ഇലക്ട്രോൺ സറൗണ്ടിങ്ങിലെ നെയ്ബറിങ്ങിലെ 4 സിലിക്കൺ ആറ്റംസുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. 4 of the 5 valence electrons of phosphorus atom form covalent bond with 4 neighboring silicon atoms. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആയിട്ട് കിടപ്പുണ്ട്. 1 ഇലക്ട്രോൺ ഈസ് ഡീലോക്കലൈസ്ഡ്. അതിന് സ്ഥാനമാറ്റം വരുത്താൻ പറ്റും. ഈ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ് ഇവിടെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത്. കണ്ടക്ടിവിറ്റി ഓഫ് സിലിക്കൺ ക്രിസ്റ്റൽ, ഡോപ്ഡ് സിലിക്കൺ ക്രിസ്റ്റൽ. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് ഡോപ്പിംഗ് എന്ന് പറയുന്നു. അപ്പം conductivity of doped silicon crystal increases due to the presence of delocalized electrons. അപ്പൊ ഇവിടെ കണ്ടക്ടിവിറ്റി ഡോപ്ഡ് സിലിക്കൺ ക്രിസ്റ്റലിന്റെ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ആണ്. അതിനാൽ ഈ ഡോപ്പ് ചെയ്ത സിലിക്കൺ ക്രിസ്റ്റലിനെ പറയുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ്. ഹിയർ the increase in conductivity of doped silicon crystal is due to the presence of extra negatively charged electrons. Hence, the doped silicon crystal is silicon doped with a group 15 element is called n-type semiconductor. അടുത്ത ഡോപ്പിംഗ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കുറവുള്ള, ആവശ്യത്തിന് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ വേണം? 4 ഇലക്ട്രോൺ വേണം വാലൻസ് ഷെല്ലില്. എന്നാലാണ് 4 ബോണ്ട് ചുറ്റിനും ഫോം ചെയ്ത് ഓരോ ബോണ്ടിനും 2 ഇലക്ട്രോൺ ആണ്. 4 ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇവിടെ അതൊന്നും എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ഡോപ്പിംഗ് നടക്കുകയാണ്. അതായത് സിലിക്കൺ ക്രിസ്റ്റൽ തന്നെ എടുക്കാം. ലാറ്റിസ് സൈറ്റിലെല്ലാം സിലിക്കൺ ആറ്റം ഉണ്ട്. 4 ഇലക്ട്രോൺ ഓരോ സിലിക്കൺ ആറ്റത്തിന്റെ ബാലൻസ് ഷെല്ലിലുണ്ട്. ഈച്ച് സിലിക്കൺ ആറ്റം ഫോംസ് 4 കോവാലന്റ് ബോൺസ് വിത്ത് 4 നെയ്ബറിംഗ് ആറ്റംസ്. അതില് നമ്മള് ഇതിലേക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ദാറ്റ് ഈസ് 13th ഗ്രൂപ്പിലെ 13ാമത്തെ ഗ്രൂപ്പിലെ എലിമെന്റ്സ് ഏതൊക്കെയാ? ബോറോൺ, അലൂമിനിയം, ഗാലിയം എക്സെട്ര. 13ാമത്തെ ഗ്രൂപ്പിലെ എലിമെന്റ്സിന്റെ എല്ലാം വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഗ്രൂപ്പ് നമ്പർ 13 - 10 = 3 ഇലക്ട്രോൺസ്. അപ്പൊ നമ്മൾ ബോറോൺ ആറ്റം ആഡ് ചെയ്യുന്നിരിക്കട്ടെ സിലിക്കണിലേക്ക്. അപ്പൊ ലാറ്റിസ് സൈറ്റിലെ ചില സിലിക്കണിനെ മാറ്റിയിട്ട് അവിടെ ബോറോൺ വന്നിരിക്കും. അപ്പൊ ബോറോണില് 3 ഇലക്ട്രോണേ ഉള്ളു വാലൻസ് ഷെല്ലില്. ആ 3 ഇലക്ട്രോൺ ഉപയോഗിച്ച് അയലത്തുള്ള സിലിക്കൺ ആറ്റംസുമായിട്ട് 3 ബോണ്ട് ഫോം ചെയ്യും. 4ാമത്തെ സിലിക്കണുമായിട്ട് അല്ലെ 4ാമത്തെ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ ബോറോണിന് ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാവുന്നു. അവിടെ ഒരു ഹോളായിട്ട് അപ്പിയർ ചെയ്യും. അപ്പൊ ഈ ഹോളിലേക്ക് തൊട്ടടുത്ത ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വന്നിരിക്കും. അപ്പൊ നമുക്ക് കാണാം ഇലക്ട്രോൺ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഹോള് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഹോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആബ്സെന്റ് ആയിട്ടുള്ള സ്പോട്ടിനാ പറയുന്നത് ഇലക്ട്രോൺ വേക്കൻസി ഓർ ഇലക്ട്രോൺ ഹോള്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്രിസ്റ്റലിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോകുന്ന കാണാം. ഹോൾസ് ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് പോകുന്ന കാണാം. അപ്പം ഹോൾസിനെ പോസിറ്റീവ് ചാർജ് ആണെന്ന് തോന്നും. അപ്പൊ ഈ ഹോൾസ് പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഹോൾസിന് പോസിറ്റീവ് ചാർജ് എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ ഡോപ്പ് ചെയ്ത സിലിക്കണിനെ നമ്മൾ പറയുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന്. അത് നമുക്കൊരു വീഡിയോ കണ്ട് കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ സിലിക്കൺ ക്രിസ്റ്റൽ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന വീഡിയോ ആണിത്. അതായത് സിലിക്കണിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിക്കൺ ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ ആൻഡ് ഇറ്റ് ഫോംസ് 4 കോവാലന്റ് ബോൺസ് വിത്ത് 4 നെയ്ബറിംഗ് സിലിക്കൺ ആറ്റംസ്.
പിന്നെ ഇതിലേക്ക് 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്, അതായത് ബോറോൺ, അലൂമിനിയം അല്ലെങ്കിൽ ഗാലിയം, ഇവയിലേതെങ്കിലും ഒരു എലമെന്റ് എലമെന്റ് ആഡ് ചെയ്ത് ഡോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബോറോൺ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന് 3 ഇലക്ട്രോൺസ് അതിൻ്റെ വാലൻസ് ഷെല്ലിലുണ്ട്. ഗ്രൂപ്പ് 13 എലമെന്റ്സ് ലൈക്ക് ബോറോൺ, അലൂമിനിയം ഓർ ഗാലിയം കണ്ടെയ്ൻ 3 ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. ഇവിടെ ബോറോൺ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബോറോൺ അതിൻ്റെ വാലൻസ് ഷെല്ലിലെ 3 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് നെയ്ബറിങ്ങിലെ 3 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലാറ്റിസ് സൈറ്റിൽ ചില സ്ഥാനത്ത് ബോറോൺ വന്ന് അക്കോമഡേറ്റ് ചെയ്യും. സം ഓഫ് ദി ലാറ്റിസ് സൈറ്റ്സ് ആർ ഒക്കുപ്പൈഡ് ബൈ ബോറോൺ ആറ്റംസ് ആൻഡ് 3 of the valence electrons of boron atom form covalent bonds with 3 neighboring silicon atoms. ഇനി 4ാമത്തെ സിലിക്കൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ മിസ്സാണ്. അപ്പോൾ ഇലക്ട്രോൺ മിസ്സായിട്ടുള്ള ആ പാർട്ടിനെയാണ് പറയുന്നത്, അതായത് ആ പ്ലേസിനെയാണ് പറയുന്നത് ഇലക്ട്രോൺ ഹോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വേക്കൻസി. അതൊരു ഹോളായിട്ട് നമുക്കിവിടെ കാണാം. അതായത് ദ പ്ലേസ് വെയർ ദ 4th ഇലക്ട്രോൺ ഈസ് മിസ്സിംഗ് ഈസ് കോൾഡ് ഇലക്ട്രോൺ ഹോൾ ഓർ ഇലക്ട്രോൺ വേക്കൻസി. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഹോള് കണ്ടു. നമുക്ക് ആ ഹോൾ അതാണ് ഇലക്ട്രോൺ ഹോൾ ഓർ ഇലക്ട്രോൺ വേക്കൻസി. അപ്പോൾ ഈ ഇലക്ട്രോൺ ഹോളിലേക്ക് നെയ്ബറിംഗ് തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിന് വന്ന് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റും. ആൻ ഇലക്ട്രോൺ ഫ്രം എ നെയ്ബറിംഗ് സിലിക്കൺ ആറ്റം ക്യാൻ കം ആൻഡ് ഫിൽ ദിസ് ഇലക്ട്രോൺ ഹോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇലക്ട്രോൺ അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ആബ്സെൻ്റ് ആവും. അപ്പോൾ അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇലക്ട്രോൺ ഫ്രം നെയ്ബറിംഗ് ആറ്റം ക്യാൻ കം ആൻഡ് ഫിൽ ദ ഇലക്ട്രോൺ ഹോൾ, ബട്ട് ഇൻ ഡൂയിങ് സോ ഇറ്റ് വുഡ് ലീവ് ആൻ ഇലക്ട്രോൺ ഹോൾ അറ്റ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിൽ ഒരു ഇലക്ട്രോൺ ഹോൾ കാണാം. അപ്പോൾ ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്പിയർ ചെയ്യാനായിട്ട് കാണാം. അതായത് ഇലക്ട്രോൺ ഹോൾ എല്ലാം കൂടെ ഇലക്ട്രോൺ ഹോൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. അതായത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇലക്ട്രോൺ ഹോൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് വുഡ് അപ്പിയർ as if the electron hole has moved in the direction opposite to that of electron that filled it. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിലെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോൺ ഹോൾസ് അതിനെ പോസിറ്റീവ് ഹോളായിട്ട് ഇലക്ട്രോൺ ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് തോന്നും. കാരണം അത് നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റിലേക്ക് ഇലക്ട്രിക് ഫീൽഡിലെ നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. Under the influence of electric field, electrons would move towards the positively charged plate through electron holes, but it would appear as if electron holes are positively charged and are moving towards negatively charged plate. ഈ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയാണ് പറയുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കുകയാണ്. അതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഏതൊരു സബ്സ്റ്റൻസിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. സബ്സ്റ്റൻസുകളെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റംസ്. ആറ്റംസിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ്. അപ്പം ഈ ഇലക്ട്രോൺസ് ആണ് ഉള്ളതുകൊണ്ടാണ് ആ സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. ഓരോ ഇലക്ട്രോണും ഒരു ചെറിയ മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. ഈച്ച് ഇലക്ട്രോൺ ബിഹേവ്സ് ആസ് എ ടൈനി മാഗ്നറ്റ്. അപ്പൊ ഇലക്ട്രോൺസ് ഉള്ളത് തന്നെ ഇരിക്കുവാണോ? അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ഇലക്ട്രോൺസുകൾ ആറ്റത്തിന്റെ സെന്ററിലുള്ള ന്യൂക്ലിയസിന്റെ ചുറ്റിനും ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുക? കറങ്ങിക്കൊണ്ടിരിക്കുക. ഇലക്ട്രോൺസ് കറങ്ങുന്ന ആ പാത്തിന് എന്താ പറയുക? ഓർബിറ്റ്. അപ്പം ഇലക്ട്രോണിന് ഓർബിറ്റൽ മോഷൻ ഉണ്ട്. 2 ടൈപ്പ് മോഷൻ ഇലക്ട്രോണിനുണ്ട്. ഓർബിറ്റൽ മോഷൻ അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഇതുകൂടാതെ തന്നെ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന പോലെ എന്താ ഇലക്ട്രോണും അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അച്ചുതണ്ടിൽ നമ്മൾ പറയുന്ന ആക്സിസ്. ഇലക്ട്രോൺസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ദെയർ ഓൺ ആക്സിസ്. അതിനെന്താ പറയുക? പമ്പരം പോലെ കറങ്ങുക. ദാറ്റ് ഈസ് സ്പിൻ മോഷൻ. അപ്പൊ there are two. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് ഇലക്ട്രോൺസിന് വരാൻ കാരണം ഈ 2 ടൈപ്സ് മോഷൻ ഉള്ളതുകൊണ്ടാണ്.
The magnetic moment of electrons is due to the two types of motion, that is orbital motion around the nucleus and spin motion about their own axis. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺസിന് രണ്ട് ടൈപ്പ് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ്. ഈ വീഡിയോ കാണിക്കുന്നത് ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ മോഷൻ ആണ്. ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർബിറ്റ്സ്. അതുകൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. ഇത് ഇലക്ട്രോണിന്റെ സ്പിൻ മോഷൻ, റൊട്ടേഷൻ ഓഫ് ഇലക്ട്രോൺ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അതിൽ നിന്നുണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെന്റ് ആണ് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ അടിസ്ഥാനത്തിൽ സബ്സ്റ്റൻസുകളെ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. On the basis of magnetic properties, substances are classified under 5 categories. That is paramagnetic substance, diamagnetic substance, ferromagnetic substance, antiferromagnetic substance, and ferrimagnetic substance. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? അതായത് നമ്മള് ഫസ്റ്റ് ഇയറില് കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചാണ് ഓക്സിജൻ മോളിക്യൂളിൽ ഓക്സിജനിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺ ആകുമ്പോൾ ഒരു സ്പിന്നേ വരുന്നുള്ളൂ. ഓർബിറ്റൽ ഇലക്ട്രോൺ എങ്ങനെ ഓക്കുപൈ ചെയ്യുന്നത്? ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ മാത്രം, അപ്പൊ ഒരു സ്പിന്നേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ പറയുന്ന പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതായത് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പതുക്കെ ആകർഷിക്കപ്പെടും. These substances are weakly attracted towards the magnetic field. അവയുടെ പാരാമാഗ്നറ്റിസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട്. Paramagnetism arises due to the presence of unpaired electrons. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് ഓക്സിജൻ, കോപ്പർ, Cu2+, etc. അടുത്ത രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അത് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ MO തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറഞ്ഞതാ. എന്താ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത്. അതായത് 2 ഇലക്ട്രോൺ, മേളിലോട്ട് ഒരു സ്പിൻ, താഴോട്ട് ഒരു സ്പിൻ. Therefore their spins cancel each other. മേളിലോട്ടുള്ള സ്പിന്നും താഴോട്ടുള്ള സ്പിന്നും ക്യാൻസൽ ആവുന്നു. അപ്പൊ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. They are weakly repelled by the magnetic field. Diamagnetism arises due to the presence of paired electrons, and example of their magnetic moments cancel each other. Diamagnetic substance in example ആണ് water, sodium chloride, benzene. Benzene formula C6H6. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഈ ഫെറോമാഗ്നറ്റിക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആരോ മാർക്ക് എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെന്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എല്ലാം മാഗ്നറ്റിക് മൊമെന്റ് വെക്ടേഴ്സ് ഒരേ ദിശയിലാണ് അണിനിരന്ന് നിൽക്കുന്നത്. അണിനിരന്ന് നിൽക്കുന്നത് നമ്മൾ പറയുന്നത് അലൈൻ ചെയ്യുക എന്നാണ്. അപ്പൊ ഹിയർ ഇൻ കേസ് ഓഫ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് their magnetic moment vectors are aligned in the same direction. അതുകൊണ്ട് അവയുടെ മാഗ്നറ്റിസം കൂടുതലാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ അത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ശക്തിയായിട്ട് ആകർഷിക്കപ്പെടും. Therefore they are strongly attracted towards the magnetic field. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാലും അവയ്ക്ക് ലഭിച്ച ആ മാഗ്നറ്റിസം നിലനിർത്തും. They exhibit permanent magnetism even when the magnetic field is removed. നമുക്കറിയാം ഇരുമ്പ് സാധനങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. അപ്പം ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് അയൺ, കൊബാൾട്ട്, നിക്കൽ, എക്സെട്ര. അടുത്ത നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഞാൻ നോക്കിയേ, ഞാൻ ഈ ആരോ കാണിച്ചിരിക്കുന്ന എത്രണ്ണോ മേളിലോട്ട് വരച്ചേക്കുന്നത്? 1, 2, 3. ആകെ ഞാൻ 6 മാഗ്നറ്റിക് മൊമെന്റ് വെക്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ 3 എണ്ണം മേളിലോട്ട് നോക്കിയിരിക്കുക, 3 എണ്ണവും താഴോട്ട് നോക്കിയിരിക്കുക. അപ്പൊ മേളിലോട്ട് 3, താഴോട്ട് 3. മേളിലോട്ടുള്ളത് താഴോട്ടുള്ളതിനാൽ ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പൊ നെറ്റ് മാഗ്നറ്റിസം എത്രയാ? 0. From equal number, their magnetic moment vectors are aligned in opposite direction. വിപരീത ദിശയിലാണ് അണിനിരന്നിരിക്കുന്നത്. Therefore, their magnetic moments cancel each other, giving 0 net magnetic moment. They are called antiferromagnetic substance. Example: manganese oxide.
ഇനി അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതിന് എക്സാമ്പിൾ ആണ് അയൺ ഓക്സൈഡ് Fe3O4. അതായത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതിന് എന്തോ ആൻസി പറയുന്ന പാരലൽ ലൈൻ എന്ന് പറയും. അസ്മേ ഇതോ ആന്റി പാരലൽ, ഇതോ പാരലൽ, ഒരേ ദിശയിൽ. അപ്പം ഇതില് രണ്ടെണ്ണം പാരലൽ ഡിറക്ഷനിലും ഒരെണ്ണം ആന്റി പാരലൽ ഡിറക്ഷനിലുമാണ് മാഗ്നറ്റിക് മൊമെന്റ് വെക്ടേഴ്സ് അലൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ പറയുന്നത് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. Here magnetic moment vectors are aligned in parallel and anti-parallel direction in unequal numbers. ഇത് ഇത്രയും ഓർത്തിരിക്കണം. On the basis of magnetic properties, substances are classified into paramagnetic, diamagnetic, ferromagnetic, antiferromagnetic and ferrimagnetic. ഇങ്ങനെ ഡയഗ്രാം തന്നിട്ട് ഏത് ടൈപ്പ് മാഗ്നറ്റിസം ആണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പേരിന്റെ കൂടെ തന്നെ മൂന്നിന്റെ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ. സോളിഡ് സ്റ്റേറ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് വരിക.